ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ സ്വന്തം പച്ചക്കറിത്തോട്ടത്തിലെ പയറാട്ടോ ഇതെനിക്ക് ഭയങ്കര സന്തോഷം. എന്നാന്നോ, ഒറ്റ പയറേ ഉള്ളൂ, ഒറ്റ മൂട് പയറേന്ന് എനിക്ക് ഒരു ചെറിയ തോരനുള്ളതുണ്ട്. നമ്മൾ സ്ഥലമൊന്നും ഇല്ലെന്നും പറഞ്ഞാൽ കൃഷി ചെയ്യാതിരിക്കരുത്. വെറുതെ നമ്മൾ വൺപയർ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കാൻ കൊണ്ടുവരുന്ന പയറിൽ മൂത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കുഴിച്ചിടുക. കിളിക്കട്ടെ. ഇത് ഞാൻ അങ്ങനെ ഒരെണ്ണം കുഴിച്ചിട്ടതാട്ടോ. അതങ്ങ് പിടിച്ചു. ഞാൻ പയറിലയും മത്തയിലയും കൂടെ തോര വെച്ചത് എൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പയർ ഞാനിപ്പോൾ എൻ്റെ പയറേന്ന് പറിച്ചുകൊണ്ട് വെച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയിട്ട് ഞാൻ നിങ്ങൾക്കും കൂടി, ഇതൊക്കെ നമ്മളവർക്ക് സ്ഥലമൊന്നുമില്ല, എനിക്ക് നടാനറിയില്ല, കൃഷിഭാഗ്യമില്ല എന്നൊക്കെ പറയാം, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ എനിക്കൊരു ചെറിയ 2-3 പാവലുണ്ട്, അത് കാണിച്ചു തരാം. ഒരു ചെറിയ മത്തയുണ്ട്, അത് കായ്ച്ചേക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പച്ചക്കറി നട്ടത് എന്നത്തിനകത്തുനിന്ന് എൻ്റെ ചെടിയുടെ അകത്താണ്. ഇത് കപ്പളത്തിൻ്റെ ഇതാട്ടോ, കപ്പളം നട്ടേക്കുന്നത് ഇത് കപ്പളമാണ്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ പാവൽ, ഇതിനകത്താണ് നട്ടേക്കുന്നത്. ഈ ചെടിയുടെ അകത്ത് ഞാനൊരു ഉള്ളി നട്ടിട്ടുണ്ട്, പാവൽ നട്ടിട്ടുണ്ട്. പാവൽ 2-3 മൂട് പാവലുണ്ട്, 3 മൂട്. ഇത് കണ്ട, ഇത് പാവലാട്ടാ. ഇതെൻ്റെ പാവൽ കായ്ച്ചിട്ട് ഞാനത് കൂട് കെട്ടിയിട്ടേക്കുന്ന. പിന്നെ ഒരു പാവയ്ക്ക കിടക്കുന്നുണ്ടോ, അതെൻ്റെ ഒരു പാവയ്ക്കേട്ടാ. ഓക്കെ, എൻ്റെ സന്തോഷം കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതാണേ. പിന്നെ നമുക്ക് എൻ്റെ ചീനി, കാന്താരി മുളക് കണ്ട, കാന്താരി കണ്ട കായ്ച്ചിരിക്കണേ. കാന്താരി, ഒരു പാവയ്ക്ക കണ്ട. ഇതെൻ്റെ സ്വന്തം പയർ. ഞാൻ അതിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തേക്കണേ കാണണേ. കണ്ട, ഇതിനകത്തുണ്ടായതാണ്. ഈ ഒരു ചെറിയ പയറേന്നുണ്ടായതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒറ്റ മൂട് പയറ. അതിൽ നിന്നാണ് ഒറ്റ മൂടേ ഉള്ളൂ, ഒറ്റ മൂട്. ഇവിടെയാണ് കുത്തിയത്. അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് മത്തങ്ങ ഉണ്ടെന്ന്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട മത്തങ്ങ ഉണ്ടായി കിടക്കണേ. പിന്നെ നിങ്ങൾക്ക്, എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മത്തങ്ങ ഉണ്ടായിട്ട് കേടായി പോകുന്ന എന്നാന്ന് പറഞ്ഞു തരാനറിയാമെങ്കിൽ ഇതെൻ്റെ മത്തങ്ങ. ഇതുകൊണ്ട് എൻ്റെ മത്തങ്ങ എല്ലാം ഇങ്ങനെ മഞ്ഞ കളറായി പോവാം കേട്ടോ. ഇത്രയും മുഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറായിട്ട് അത് പഴുത്ത് പോവുക. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യണം കേട്ടോ. എന്താണ് അങ്ങനെ പഴുത്ത് പോണേ, പിന്നെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം ചെടികളാണിത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടികൾ. കണ്ട, നമ്മുടെ ചെടികൾ വേണ്ട, ഒക്കെ നമ്മുടെ ചെടികളാണ്. ഭയങ്കര ഇഷ്ടമാട്ടോ, ചെടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേയൊക്കെ വെയിൽ വന്നപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പം നമുക്ക് എൻ്റെ പാവൽ നന്നായി ഉണ്ടായാൽ മതിയായിരുന്നു. ഇത് കേടുവരാതെ എന്തെങ്കിലും ചെയ്യാൻ മരുന്നുണ്ട് നിങ്ങൾ, നമ്മുടെ വളങ്ങളല്ലാതെ വല്ല നാച്ചുറലായിട്ട് നമുക്കുണ്ടാക്കി ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ. ഒരു 3 പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ ചെടിയാണേ. നല്ല പൂക്കളൊക്കെ ഉള്ള ചെടിയുണ്ട് കേട്ടോ. നല്ല പൂവ്, നല്ല പൂവുള്ള ഇതുണ്ട്. കുറേ പൂക്കളുണ്ടായിരുന്നു, അതെല്ലാം പോയി. കണ്ട, ഇതൊക്കെ നല്ല സൂപ്പർ കളറുള്ള ചെടികളാണ്, നല്ല രസമുള്ള ചെടികളാണ്. ഓക്കെ, സ്ഥലമില്ലെന്നും പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യാതിരിക്കരുത്, എല്ലാവരും ചെയ്യണം കേട്ടോ. കുപ്പിക്കകത്ത് ഇത് നട്ടുണ്ടാക്കിയേക്കണതാണ്. ഇത് പിന്നെ വേറൊരു ചെടി, ഇത് ഞാൻ മൂന്നാറ്റിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടിയാണ്. നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ. നോക്ക്, ഇത് മൂന്നാറ്റിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു ചെടിയാണ്. അവിടുത്തെ തണുപ്പേരിയെന്ന് കൊണ്ടുവന്നപ്പോൾ ഞാനോർത്തത് പിടിക്കില്ലെന്ന്, പക്ഷെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിത് കുമ്പളം നട്ടുണ്ടാക്കിയേക്കുന്ന കുമ്പളം.
അതേ കപ്പളം. സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലെല്ലാം ഇങ്ങനെ അങ്ങ് നട്ടേക്കുക. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ.